ചവറയിലെ UDF സ്ഥാനാർത്ഥി ഷിബു ബേബി ജോൺ റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുകയാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. എന്താണ് മണ്ഡലത്തിൽ ട്രെൻഡായിട്ട് തോന്നുന്നത്? അല്ല, കേരളത്തിൻ്റെ പൊതു ട്രെൻഡ് ചവറയിലും ഉണ്ടാവുമല്ലോ. ചവറയിൽ പിന്നെ കുറച്ചുകൂടെ 2 തവണയായിട്ട് ഐക്യജനാധിപത്യ മുന്നണി പരാജയപ്പെട്ടതിലൊരു ഒരു കുറ്റബോധത്തോടു കൂടിയുള്ളൊരു വാശിയോടെ പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. അന്നേരം പൊതു ട്രെൻഡ് തന്നെ വളരെ അനുകൂലമായി മാറുന്നതിനോടൊപ്പം ചവറയുടെ പ്രത്യേക വികാരവും ഉള്ളപ്പോൾ അനായാസം വിജയിക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവസാനം ഈ പട്ടികയെ ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ചില പ്രശ്നങ്ങളൊക്കെ വലിയ വാർത്തയൊക്കെ ഉണ്ടായി. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? എന്താ ഞാൻ ചോദിക്കട്ടെ, CPM-നകത്ത് ഇപ്പോൾ ഉണ്ടായ പൊട്ടിത്തെറി വേറെ ഏതെങ്കിലും മുന്നണിയിലോ പാർട്ടിയിലോ ഉണ്ടായിട്ടുണ്ടോ? കോൺഗ്രസുമായിട്ട് ചില വാർത്തകൾ ഇങ്ങനെ വന്നു എന്നല്ലാതെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് അതോടെ തീർന്നല്ല. സ്വാഭാവികമായി പലരും സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ചവരുണ്ടായിരിക്കാം, മോഹിച്ചവരുണ്ടായിരിക്കാം. പക്ഷേ വളരെ ഫലപ്രദമായി ഇഫക്റ്റീവായിട്ട് അതെല്ലാം അവസാനിച്ചില്ല. പക്ഷേ CPM വിട്ട് പുറത്തിറങ്ങി വന്നപ്പോൾ 5 or 6 പേരാണ് മത്സരിക്കുന്നത്. അതാണ് യഥാർത്ഥ ഗ്രൂപ്പിസം. അത് ഞാൻ പറഞ്ഞില്ല, ഒരു ഇംപ്ലോഷനാണ് അതിനകത്ത് നടക്കുന്നത്. അതായത് അതിൻ്റെ ഇടയിൽ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ UDF-ലും കോൺഗ്രസിലും ഉണ്ടെന്ന് പറയുന്നതിൽ ഒരു അടിസ്ഥാനവുമില്ല. ഈ മുൻപ് ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത പോലെ ഒറ്റക്കെട്ടായിട്ട് UDF നീങ്ങുകയാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ 100 സീറ്റ് തന്നെ കിട്ടും സ്വാഭാവികമായി. ഞാൻ കൃത്യം ഒരു നമ്പർ എന്ന് പറയുന്നില്ല. ഒരു കാര്യം പറയാം, 100-ന് മുകളിലോട്ട് പോയാലും ഞാൻ അത്ഭുതപ്പെടത്തില്ല. എന്താണെന്നാലും ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഉണ്ടാവും. അതിൽ 100-ന് മുകളിലോട്ട് പോയാലും ഞാൻ അത്ഭുതപ്പെടത്തില്ല. കാരണം CPM-നകത്തെ ആഭ്യന്തര വിഷയങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അത് ബോധ്യപ്പെടുത്തുള്ളൂ. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എൻ്റെ മണ്ഡലത്തിൽ പല ഭാഗത്തും ചെന്നപ്പോൾ പ്രതീക്ഷിക്കാത്ത നിലയിലേക്കുള്ള ഒരു പിന്തുണയാണ് CPM-ൽ നിന്ന് കിട്ടുന്നത്. എന്നാലും അത് ചവറയിൽ മാത്രമായി ഒതുങ്ങുന്നതല്ല, എല്ലായിടത്തും ഉള്ള കാര്യമാണ്. എങ്ങനെയാണ് മറികടക്കാൻ വളരെ ഉന്നത തലത്തിൽ ചില ആലോചന നടക്കുന്നുണ്ട്. അവർക്കും അറിയാം. BJP-യുമായിട്ടുണ്ടാക്കിയേക്കുന്ന ഒരു ഞാൻ മനസ്സിലാക്കുന്ന ധാരണ എന്ന് പറഞ്ഞാൽ ഒരു ബൂത്തിൽ 30 വോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം സെലക്ട് മണ്ഡലങ്ങൾ നോക്കി. അതാണ് ഇത്. ഒരു ബൂത്തിൽ 30 വോട്ട്. കഴിഞ്ഞ ദിവസം സജി ഡി ആനന്ദ് പാർട്ടി മാറുന്ന സമയത്ത് ചില ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. നമ്മൾ വലിയ കാര്യം പറയുമ്പോഴത്തേക്കിന് ഈ കാര്യം ദയവ് ചെയ്ത് സജി ഡി ആനന്ദ് പറയുന്നതിനൊക്കെ മറുപടി പറയാനാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അതുപോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ 30 വോട്ട് വെച്ച് മറിക്കാൻ BJP ഇങ്ങനൊരു ധാരണ നിൽക്കുമ്പോൾ, BJP-ആയിട്ട് ധാരണ ഉണ്ടായിരിക്കുമ്പോൾ, ഞാൻ കാണുന്നത് BJP-ക്ക് കാലാകാലങ്ങളിലായി വോട്ട് ചെയ്തിരുന്ന ഒരു അനുഭാവി സമൂഹം ഉണ്ടല്ലോ, അവർ 60 പേര് ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. എന്നാലും ഈ ഡീൽ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ വലിയ റിയാക്ഷൻ താഴെ ഉണ്ടാകുന്നു. എന്നാൽ എല്ലാ അർത്ഥത്തിലും UDF-ന് അനുകൂലമായ ഒരു തരംഗം ഇതിനകത്തുണ്ടാകുന്നു. ആ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല സജി ഡി ആനന്ദിൻ്റെ ആരോപണം. ഇവർക്കൊക്കെ പ്രതികരിക്കുന്നതാണോ? അതിന് ഞാനങ്ങനെ പ്രതികരിക്കേണ്ട ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കയ്യിലിപ്പോൾ മനസ്സിലായല്ലോ എന്താണെന്നുള്ളത്, ഈ പ്രതികരണത്തിൻ്റെ പിന്നിലുള്ള. അതിനൊന്നും മറുപടി അറിയിക്കുന്നില്ല. എന്താ പ്രതീക്ഷിക്കുന്നത്? മൊത്തത്തിൽ ട്രെൻഡ് എങ്ങനെയായിരുന്നു? നേരത്തെ സൂചിപ്പിച്ചതുപോലെ UDF അനായാസകരമായിട്ടുള്ള വിജയം ഞങ്ങൾ വളരെ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുള്ള 100-ൽ കുറയാത്ത സീറ്റ് വാങ്ങി ജയിക്കും എന്നുള്ളതാണ്. അത് ദൃഢീകരിക്കുന്ന, സ്ഥിരീകരിക്കുന്ന രാഷ്ട്രീയ സംഭവവികാസങ്ങളാണ് ഓരോ ദിവസവും കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലുണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ മുൻകാലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത്രയേറെ കെട്ടുറപ്പും ഐക്യവും ഒരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഞാനിന്ന് രാവിലെ കൊട്ടാരക്കര കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതിന് ശേഷമാണ് അവിടെയൊക്കെ ഉണ്ടായിട്ടുള്ള അവിടെ ഐഷ പോറ്റി CPM-ൻ്റെ ഏറ്റവും മാന്യമായ മുഖമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്നതാണ്. അമ്പലപ്പുഴയിൽ G. സുധാകരൻ, അതുപോലെ പയ്യന്നൂരിൽ സാവ് കുഞ്ഞികൃഷ്ണൻ, ഇങ്ങനെ CPM-ൻ്റെ ഏറ്റവും ഇടതുപക്ഷ രാഷ്ട്രീയ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളാണ് ആ മുന്നണി വിട്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ്. അതൊരു വലിയ രാഷ്ട്രീയ മാറ്റമാണ് കേരള രാഷ്ട്രീയം കാണുന്നത്. അതിൻ്റെ പ്രതിഫലനം തീർച്ചയായിട്ടും കൊല്ലം ജില്ലയിലും വൻപിച്ച രൂപത്തിലുള്ള മുന്നേറ്റം UDF കൈവരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ. തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വിസ്മയം എല്ലാ ജില്ലകളിലും ഉണ്ടാവുമല്ലോ അല്ലേ? വിസ്മയം നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ തന്നെ ഓരോ ജില്ലകളിൽ ഇന്ന് തന്നെ നിരവധി സ്ഥലങ്ങളിൽ എത്ര പേരാണ് CPM വിട്ട് UDF-ലേക്ക്, വിവിധ പാർട്ടികളിലേക്ക് UDF വിട്ട് രംഗത്തേക്ക് വരുന്നത്. തന്നെ പ്രതിപക്ഷ നേതാവ് തുടക്കത്തിൽ സൂചിപ്പിച്ച വിസ്മയകരമായ മുന്നേറ്റമാണ് പുതുയുഗയാത്ര അവസാനിപ്പിച്ചപ്പോഴും അതിനുശേഷവും കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ വിജയപ്രതീക്ഷ, വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നൊക്കെയാണ് ഇരുവരും റിപ്പോർട്ടർ ടിവിയോട് പങ്കുവച്ചത്. കൊല്ലത്ത് നിന്ന് AB ജയശങ്കർ.